അസ്സലാമു അലൈക്കും ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ചിക്കൻ കുറുമ, കുരുമുളകിലിട്ട ചിക്കൻ കുറുമയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ആവശ്യമായ സാധനങ്ങളാണ് ചിക്കൻ 900 ഗ്രാം, അതുപോലെ തന്നെ അതിനുള്ള മസാലകൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ സ്പൈസസ് ഗ്രാമ്പു, പട്ട, ജീരകം, കുരുമുളക്, അതുപോലെ തന്നെ അയമോദകം ഞാൻ നേരത്തെ ഒരു കറിയിലിട്ട് ഞാൻ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞതാണ്. ഇനി അതിൻ്റെ ഗുണം പറയേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റും കാര്യങ്ങളാണ്. ഞാൻ എല്ലാ കറിക്കും ഇടാറുണ്ട്. അതുപോലെ തന്നെ ഉള്ളി, വെളുത്തുള്ളി 6 ഉള്ളി എടുത്തിട്ടുണ്ട്, 1.5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6-7 പച്ചമുളക്, 2 തക്കാളി കുറച്ചേ വേണ്ടു. ഇതിന് കുരുമുളകായതുകൊണ്ട് തക്കാളി കുറച്ചേ വേണ്ടു. നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കാം. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്താണെങ്കിൽ അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. കൂടുതലിട്ട് ഇതാക്കണ്ട. അപ്പോൾ കുട്ടികൾ, ഇപ്പം എനിക്ക് കൂടുതൽ എരിവാണെന്നുണ്ടായത് കൊണ്ട് ഞാൻ ഈ ഇത്ര എരിവ് കൂട്ടിയതാണ്, മുളകും കാര്യങ്ങളും. അപ്പം നിങ്ങൾക്ക് ആവശ്യമായ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കറി സ്റ്റാർട്ട് ചെയ്ത് ഓയിൽ ഒഴിച്ച് അതുപോലെ സ്പൈസസ് ഒക്കെ ഇട്ട് ഏകദേശം ചോന്ന് വന്നിട്ടുണ്ട്. ഇനി ഉള്ളി ഇടാം. ഉള്ളി ഇട്ടിട്ടുണ്ട്, സ്പൈസസ് ഇട്ട് അതായി കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ട്. അപ്പോൾ ഇനി ഉള്ളി നല്ലോണം വരുന്നവരെ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം. ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. പിന്നെ ഈ നിറത്തിൽ തന്നെ വേണം, നല്ല ബ്രൗൺ കളറിൽ തന്നെ വേണം. അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യണം, ടേസ്റ്റ് കിട്ടണമെങ്കിൽ. പിന്നെ അടുത്ത് ഞാൻ ചിക്കനാണ് ഇടുന്നത്. അല്ലെങ്കിൽ സാധാരണ എല്ലാവരും ചിക്കൻ ഇടുന്നതിന് മുന്നേ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതക്കിയതാണ് ഇട്ടത്. ഞാൻ ഇട്ടത് ചിക്കൻ ഇട്ട് ലാസ്റ്റ് കുറേ വൈകിട്ടാണ് ഞാൻ മറ്റേ ഇതിടല്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. എന്നാലേ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും. നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം. നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതാണ് ഇടുന്നത്. ഇതുപോലെ ചിക്കൻ 4 ഭാഗത്തും ആക്കിയിട്ട് നടുക്ക് ഓയിൽ വരുന്ന രീതിയിൽ വെക്കണം. ഇത് ഓയിൽ മാത്രമല്ല, ചിക്കൻ്റെ വെള്ളവും കൂടിയാണ്. അതിനുശേഷം ഈ വെളുത്തുള്ളി, ഇഞ്ചി ഇതിലിട്ടിട്ട് അടച്ചു വെക്കാം. കുറച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് അടച്ചു വെക്കാം. ഇതുമാതിരി ചെയ്യണം. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ്റെ കളറും ഇതൊക്കെ മാറിയാണെങ്കിൽ ഇതുപോലെ ഇരിക്കണം. ഓക്കെ, ഞാൻ ഇളക്കി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇളക്കിയതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്ത്. അതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഉള്ളി കണ്ടില്ല, ആദ്യം ഇട്ട ഉള്ളി എല്ലാം ഇട്ട് ഉള്ളി നല്ലോണം ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ചിക്കൻ ഇട്ടതിന്. ചിക്കൻ നല്ലോണം ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പച്ചമുളകും, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇട്ടത്. അതിന് ശേഷം ഇപ്പം ഞാൻ തക്കാളി ഇട്ട് തക്കാളി ഏകദേശം വെന്ത് കഴിഞ്ഞ് ഇനി ഞാൻ പൊടികളെല്ലാം ഇടുന്നുണ്ട്. നേരത്തെ പറഞ്ഞൊക്കെ ഉള്ള പൊടികളെല്ലാം ഈ കറി ഇടുന്നത്. ഈ പൊടിയെല്ലാം ഇട്ട് ഒന്ന് ഇളക്കാം, മിക്സ് ചെയ്യാം. ഈ കളറ് കിട്ടണം, ഏകദേശം കറുപ്പ് കളറ്. ഇതാണ് കുരുമുളകിൻ്റെ നിറവും. ഞാൻ ആദ്യം ഉള്ളി നല്ലോണം പൊരിച്ച്, അതുകൊണ്ടാണ് ഈ നിറം കിട്ടിയത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. എനിക്ക് കുറച്ച് ഗ്രേവി വേണം, അവിടെ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും.
ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ കളർ ഈ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെയും ആക്കാം, അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ആണെങ്കിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് 2 തള തിളക്കാം. ഞാൻ ആവശ്യത്തിന് ഗ്രേവി ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതുമാതിരി മതിയാണെങ്കിൽ ഈ രീതിയിലാക്കിയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്രേവി കൂട്ടിയാൽ മതി. എത്ര നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നല്ല 2-3 തള തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയാവും. ഈ നിറത്തിൽ വേണമെങ്കിൽ ഞാൻ ഈ ചെയ്ത രീതിയിൽ ചെയ്താൽ മതി. നല്ല ടേസ്റ്റും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. അതുപോലെ ഇത് കോമ്പിനേഷൻ പൊറോട്ട, ചപ്പാത്തി, അതുപോലെ നെയ്ച്ചോറ്. ഞാൻ ഇന്നിവിടെ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. ഉച്ചക്ക് നെയ്ച്ചോറാണ്. അത് ഈ കറിക്ക് തന്നെ നെയ്ച്ചോറും അതുപോലെ പൊറോട്ട, ചപ്പാത്തി ആ രീതിയിൽ കഴിക്കാൻ നോക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്, നല്ല രുചിയാണ്. ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും ലാസ്റ്റ് മല്ലിച്ചപ്പും കറിവേപ്പിലും ഒന്ന് മുകളിലിട്ടാൽ മതി. ലാസ്റ്റാണ് കറിവേപ്പിലും മല്ലിച്ചപ്പും ഇടേണ്ടത്. അത് രണ്ടും ഇന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇന്ന് നിങ്ങൾ അതുപോലെ ചെയ്യാൻ നോക്കാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.